ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, ഇതൊരു സ്പെഷ്യൽ സ്പൈസി ആൻഡ് സോസി ഫ്രൈഡ് റൈസാണ്. സാധാരണ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റാണ്. 2 ചെറിയ കഷ്ണം ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ, നമ്മൾ സാധാരണ വീട്ടിൽ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന നോർമൽ സ്പൂണാണ്, ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, അല്ലാതെ മെഷറിങ് സ്പൂണൊന്നല്ല കേട്ടോ. അപ്പോൾ അതിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ വെള്ളം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് മാരിനേഷൻ പിടിക്കില്ല. അപ്പോൾ അതവിടെ മാരിനേഷൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസിന് എടുക്കുന്ന അരി എന്ന് പറയുന്നത് ലോങ് ഗ്രെയിൻ ബസുമതി റൈസാണ്, നീളമുള്ള നമ്മുടെ ബസുമതി റൈസ്. അപ്പോൾ അത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല. പാകത്തിന് അത്യാവശ്യം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരി അടുപ്പത്തിട്ടിട്ട് എങ്ങോട്ടും പോകരുത്. കാരണം ഫ്രൈഡ് റൈസിൻ്റെ അരിക്ക് വളരെ കുറച്ച് വേവ് മതി, നമ്മൾ കുറേ നേരം ഇട്ട് വേവിക്കേണ്ട, വെന്തോടയരുത് നമ്മുടെ അരി. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും നോ പ്രോബ്ലം. പക്ഷേ എടുക്കുന്നത് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആയിരിക്കണം, നമ്മുടെ കൈമ റൈസ് എടുക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അരി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്തുനിന്ന് എങ്ങോട്ട് പോകരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് പാകം നോക്കണം. നമ്മൾ കയ്യിലെടുത്ത് ഉടച്ചു കഴിഞ്ഞാൽ അരി ഉടഞ്ഞ്, അതായത് അത്യാവശ്യം പാകത്തിനൊരു വേവ് നമ്മുടെ കയ്യിൽ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേവ് തോന്നണം. അതായത് നമ്മുടെ അരിയുടെ ഉള്ളിലുള്ള തരിതരിപ്പ് ഉണ്ടാവുമല്ലോ നമ്മുടെ അരിയുടെ, അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മുടെ അരി ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. അപ്പോൾ വേവാവും ചെയ്യണം, എന്നാൽ ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് ഊറ്റിക്കളയട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വലപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടച്ചു വയ്ക്കൊന്നും വേണ്ട, നല്ലതുപോലെ വെള്ളമൊക്കെ അതിൽ നിന്ന് വാർന്ന് പോയി കഴിഞ്ഞ് ചോറൊന്ന് ചെറുതായി ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വഴന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ അടച്ചു വെച്ച് ഈർപ്പം നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഫ്രൈഡ് റൈസിന്. ഇനിയിപ്പോൾ ലേശം വേവ് അധികമായി ഇത് ഒട്ടിപ്പിടിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഈ റൈസിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റൈസ് നല്ലതുപോലെ വിട്ട് കിടന്നോളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒരു ചെറിയ ടിപ്പാണ് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഒരു പ്രോപ്പറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം നല്ല ചെറുതായിട്ടാണ് പൊടിയായി അരിഞ്ഞത്. അതുപോലെ ഒരു 6-7 നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞ്, രണ്ടും 1/2 ടേബിൾ സ്പൂൺ വീതം, രണ്ടും നന്നായി ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക. ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, കയ്യിലുള്ള അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓനിയനും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ സെയിം പാൻ തന്നെയാണ്, നമ്മൾ അരി വേവിച്ച അതേ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഉള്ളി, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ക്യാപ്സിക്കം, അതുപോലെ ഞാനൊരു ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മാരിനേഷൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ക്യാരറ്റും ചേർത്തിട്ടുണ്ട്, ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി വാടി വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേ സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ അത്യാവശ്യം ഒരു വൈറ്റിഷ് കളറൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിടുക. അപ്പോൾ ചിക്കൻ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കം ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് വാടി വരും. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സോയാ സോസ് ചേർക്കണം കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂൺ കൂടി സോയാ സോസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായി വെന്ത് ഒന്ന് കുറച്ചൊരു ഡ്രൈ ഫ്രൈ പോലെ ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള സോസുകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഉള്ളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്, ക്യാപ്സിക്കം നല്ല പെർഫെക്റ്റായിട്ട് വാടിയിട്ടുണ്ട്. ചിക്കൻ വേണമെങ്കിൽ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് ഹോട്ട് ചില്ലി സോസാണ് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില്ലി സോസ് എനി ബ്രാൻഡ് നിങ്ങൾ ഏത് ഇഷ്ടമുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒരു ലേശം ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പകരം നിങ്ങളുടെ കയ്യിൽ ഇതാണുള്ളെങ്കിൽ അത് മതി. അത് 1 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ സോസ് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അത് അത്യാവശ്യം നല്ലതുപോലെ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്, ഒരു 2.5 ടേബിൾ സ്പൂൺ. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ സോസുകൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വേണം ഈ സോസൊക്കെ നന്നായിട്ടൊന്ന് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ 2-3 മിനിറ്റ് അങ്ങനെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോസൊക്കെ ചിക്കൻ്റെ മേലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ റൈസ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ചിക്കനും നമ്മുടെ റൈസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇനി അടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസും ചിക്കനും റൈസും ഒക്കെ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് വിനാഗിരി ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ വിനാഗിരി ഇല്ലേ, ആ വിനാഗിരിയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചോറിൻ്റെ അളവ് അനുസരിച്ചിട്ട് സോസിൻ്റെയും വിനാഗിരിയുടെ ഒക്കെ അളവ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 1.5-1.25 കപ്പോളം, കപ്പളവിൽ പറയുകയാണെങ്കിൽ 1.25 കപ്പോളം റൈസിനുള്ള സോസിൻ്റെയും ചിക്കൻ്റെയൊക്കെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ വെച്ചിട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സോസും നമ്മുടെ വിനാഗിരിയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പണി എന്ന് പറയുന്നത്. നല്ല എരിവും അത്യാവശ്യം ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ സ്പൈസി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you soon with another beautiful video. Until then, take care. Bye bye. Assalamu alaikum. Thank you.